ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കി മഹാകവി അക്കിത്തം സ്മാരക കൂട്ടായ്മയിൽ പ്രസിദ്ധീകരിച്ച ചെറുകഥ ഓണക്കോടി. രചന ജീവാമൃതം ഡോക്ടർ സിന്ധു BK. അവതരണം നൂർജഹാൻ, തൃശ്ശൂർ. ഓണക്കോടി. ഓണം അടുത്തെത്തി. ഗ്രാമം മുഴുവൻ ആഘോഷത്തിരക്കിലായിരുന്നു. കടകളിൽ തിരക്ക്, വീടുകളിൽ പൂക്കളം, കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ. അടുത്ത വീട്ടിലെ കുട്ടികൾ ഓണക്കോടി വാങ്ങിയ സന്തോഷത്തിൽ ചാടിത്തിമിർക്കുമ്പോൾ രാധയുടെ മകൻ കണ്ണൻ നിശബ്ദനായിരുന്നു. ദിവസക്കൂലിക്കാരിയായ രാധയ്ക്ക് ഈ വർഷം ജോലി കുറവായിരുന്നു. പുതിയ വസ്ത്രം വാങ്ങാൻ കഴിയാത്ത വിഷമം അവളുടെ മനസ്സിൽ നിറഞ്ഞു. ഓണദിവസം രാവിലെ കണ്ണൻ പഴയ ഷർട്ട് ധരിച്ച് വീടിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ അയൽ വീട്ടിലെ കുഞ്ഞ് ഒരു പാക്കറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തു. "ഇത് നിനക്കുള്ള ഓണക്കോടിയാണ്." അവൾ പുഞ്ചിരിച്ചു. പാക്കറ്റ് തുറന്ന കണ്ണൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം നിറഞ്ഞു. പുതിയ ഷർട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ അമ്മയെ നോക്കി. രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മകനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ അവൾക്ക് തോന്നി, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്നത് പലപ്പോഴും സത്യമായിരിക്കാം. പക്ഷേ മനുഷ്യസ്നേഹമുണ്ടെങ്കിൽ ആ കുമ്പിളിൽ ഒരു പിടി പായസവും നിറയ്ക്കാൻ കഴിയും. ആ ഓണം കണ്ണന് വെറും ആഘോഷമല്ലായിരുന്നു, മനുഷ്യരുടെ നന്മയിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ച ഒരു ദിനമായിരുന്നു. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം, സമൂഹത്തിൽ എത്ര വലിയ ആഘോഷങ്ങളോ സന്തോഷങ്ങളോ വന്നാലും ചിലരുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല എന്നതാണ് ഈ പഴഞ്ചൊല്ല് ധ്വനിപ്പിക്കുന്നത്. സമ്പന്നർക്ക് ആഘോഷങ്ങൾ കൂടുതൽ ആനന്ദം നൽകുമ്പോൾ ദരിദ്രൻ്റെ ജീവിതം പഴയതുപോലെ തന്നെ തുടരും. സാമൂഹിക അസമത്വത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു.